മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. സാധാരണ രീതിയിൽ ടി വിയുടെ മുമ്പിൽ ഇരിക്കാറില്ല. ഇന്നലെ എൻ്റെ മകൻ ടി വി ഓൺ ചെയ്തതുകൊണ്ട് ടൈംസ് നൗവും NDTVയും CNN IBNും പിന്നെ കുറച്ച് മലയാള ചാനലുകളും കാണുകയുണ്ടായി. റിപ്പബ്ലിക് എന്ന അർണബ് ഗോസ്വാമി റിപ്പബ്ലിക് എന്ന അർണബ് ഗോസ്വാമിയുടെ ചാനലും ഒന്ന് കണ്ടു. കുറച്ചു നേരെ കണ്ടുള്ളൂ. ഇതിൽ ഒരു പ്രധാനമായിട്ടുള്ളത് ശ്രീ നരേന്ദ്രമോദിയുടെ പോപ്പുലാരിറ്റിയെ കുറിച്ചുള്ള ഡിസ്കഷൻ, അതുപോലെ തന്നെ കേരളത്തിൽ നടന്ന പശുവിനെ അറുത്ത് തല മുമ്പിൽ വെച്ചുകൊണ്ട് പോയ തൊടുപുഴയിൽ നടന്ന സംഭവവും, ഇറച്ചി കറി ഉണ്ടാക്കിയിട്ട് അത് തിന്നാൻ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിക്കാത്ത പെണ്ണുങ്ങൾ ഉൾപ്പെടെ പ്ലേറ്റ് നീട്ടി ക്യൂ നിൽക്കുന്ന കുറെ വ്യക്തികൾ. എനിക്ക് തോന്നിയിട്ടുണ്ട് ആ മാതൃഭൂമിയിലും മനോരമയിലും TV-യിലും വന്ന ചിത്രം കണ്ടിട്ട് ഈ കൈനീട്ടി ഇറച്ചി വാങ്ങിക്കാൻ നിൽക്കുന്ന സ്ത്രീയുടെയും പുരുഷന്റെയും അമ്മമാര് അല്ലെങ്കിൽ അമ്മയും അച്ഛനും അത് കണ്ടിട്ട് നിന്നെ പോലെയുള്ള ഒരു മകനെ ജനിപ്പിക്കാൻ ഉണ്ടായ ഗതികേടിലെ മഹാപാപത്തില് പ്രായശ്ചിത്തം ചെയ്യുന്നു എന്നൊന്ന് ചിന്തിച്ചാലെങ്കിലും നന്നായിരുന്നു. ഇവരെയാണ് യഥാർത്ഥത്തിൽ നികൃഷ്ട ജീവികൾ എന്ന് പറയാം. പച്ചയ്ക്ക് റോട്ടിൽ വെച്ച് പശുവിനെ കൊന്ന് അത് പെടഞ്ഞ്, എന്തുകൊണ്ട് അതിനെ കൊന്നു? തിന്നാൻ വേണ്ടി കൊന്നതല്ല. നരേന്ദ്രമോദിയോടുള്ള നിയമത്തോടുള്ള നിർമ്മിച്ച നിയമത്തോടുള്ള പ്രതിഷേധം തീർക്കാൻ നിരപരാധിയായ കുറേ പേരിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കെ, സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും കൊടിയുയർത്താൻ വേണ്ടി ചുറ്റും നിൽക്കുന്നവരെ പോലെയുള്ള ആ കോൺഗ്രസ്സുകാര് ഇത്രയും നീചമായിട്ടുള്ള മനോഭാവമുള്ളവര്, ഇത്രയും തരം താഴ്ന്ന വികാരമില്ലാത്ത മനുഷ്യരൂപമുള്ള ജീവികള്, അവര് കണ്ടുകൊണ്ട് നിൽക്കെ കത്തി കാണിച്ച്, ശരിക്ക് കത്തി കാണിച്ച്, ഇത് കത്തിയാണത്, ആ പശുവിന്റെ പുറവശം കാണിക്കുന്നുണ്ട്, പ്ലസ് കത്തിയും, ആ പശുവിനെ കൊല്ലാൻ കൂട്ടു നിൽക്കുന്നവര് പ്രാർത്ഥിക്കാൻ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ചരമദിനത്തിനോ ജനനദിനത്തിനോ അവരുടെ മുമ്പിൽ ചിത്രത്തിന്റെ മുമ്പിൽ പുഷ്പാർച്ചന നടത്താൻ നിൽക്കുന്ന മാതിരി നിൽക്കുന്ന അച്ഛനും അമ്മയ്ക്കും ജനിക്കാൻ യോഗം കിട്ടാത്തവര് ആ പശുവിന്റെ കഴുത്തിൽ കത്തി വീഴുന്നത് കാണാൻ നിൽക്കുന്ന കാഴ്ച, കത്തിയുടെയും പശുവിന്റെ പുറകുവശവുമാണ് കാണിച്ചിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് ആ ഫോട്ടോ എടുത്തവനെങ്കിലും ധാർമ്മിക ബോധമുണ്ട്. ആ പശുവിന്റെ മുഖം കാണിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് വരുമായിരുന്നു എന്നെ പോലെയുള്ളവർക്ക്. ഏതായാലും ആ നീചമായിട്ടുള്ള ആ പ്രവൃത്തിയുടെ പരിണത ഫലത്തിന്റെ അടിസ്ഥാനത്തില് വളരെ വേദനാജനകമായിട്ടുള്ളത്, ഓരോരുത്തരും ചെയ്തുകൊണ്ടു പോകുന്ന ആ കൃത്യം ശരിക്ക് ഏറ്റവും വേദനാജനകമായിട്ടുള്ളത് കണ്ടിട്ടും വികാരമുണ്ടാവാത്ത ഒരു വിഭാഗം ജനത. ആ ജനതയുടെ മുമ്പില് ഈ കേരളം, കുറച്ചൊക്കെ തമിഴ്നാടും ബംഗാളും ഉണ്ടെന്ന് തോന്നുന്നു, എങ്ങനെയാണോ പ്രതികരിച്ചത് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. യഥാർത്ഥത്തിൽ നിയമത്തോട് എതിർപ്പുണ്ടാവും, ഭരണാധികാരികളോട് എതിർപ്പുണ്ടാവും, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അതെല്ലാം ഇന്നലെ TV-യിൽ കാണിക്കുകയുണ്ടായി. അത് ഇതിനു മുമ്പും ഇതുമാതിരിയുള്ളത് കാണിക്കാറുണ്ട്. മോഡിയുടെ പോപ്പുലാരിറ്റിയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മോദിക്ക് എതിരായിട്ടും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടും എതിരായിട്ടും മഹാഗഠബന്ധൻ അനുകൂലമായിട്ടും എതിരായിട്ടും എല്ലാം പണ്ടും ഇപ്പോഴും എന്നും വരാറുണ്ട്. പക്ഷെ ഇന്നലെ ലഭിച്ച സമയത്ത് ഞാൻ കണ്ടത്, പല ചാനലിലും കണ്ടതില് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത്, എല്ലാ ചാനലുകാരും രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കാനും രാഷ്ട്രത്തിനു വേണ്ടി വാദിക്കാനും ദ നേഷൻ ഫസ്റ്റ് എന്ന് പ്രഖ്യാപിക്കാനും തുടങ്ങി. ഈ ബീഫിനെ കുറിച്ച് മാത്രമല്ല, തൊടുപുഴയിൽ നടന്ന ബീഫ്, അല്ലെങ്കിൽ കോഴിക്കോടും കണ്ണൂരും നടന്ന ബീഫ്,
IIT ചെന്നൈയിൽ നടന്ന ബി ഫെസ്റ്റ് അതിനെക്കുറിച്ച് മാത്രമല്ല, ഭാരതത്തിലെ ക്രിക്കറ്റ് ബോർഡ് BCCI പാകിസ്ഥാനുമായിട്ട് കളിക്കണമെന്ന് വാദിക്കുന്നതിനെതിരെ ടൈംസ് നൗ എന്ത് ശക്തമായിട്ടാണ് പ്രതികരിച്ചത്. ഭാരതവും ഭാരതത്തെ സർക്കാരും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനായിട്ട് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ച് തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് കയറ്റിവിടുന്ന പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഇന്ത്യയിലെ BCCI ക്രിക്കറ്റ് ബോർഡിലെ ഗ്രൂപ്പുകാര് പാകിസ്ഥാനുമായിട്ട് കളിക്കാനും പൈസ ഉണ്ടാക്കാനും വേണ്ടി ശ്രമിക്കുന്നു എന്ന് 1 മണിക്കൂർ അങ്ങ് പച്ചയ്ക്ക് വിവരിക്കുക ചെയ്തത്. ഭയങ്കര ശക്തമായിട്ടാണ് ആങ്കർ ചെയ്ത ലേഡി ചോദ്യങ്ങൾ ചോദിച്ചത്. ഒരു ചാനലിലല്ല, എല്ലാ ചാനലിലും വളരെ വളരെ വ്യക്തമായിട്ട് രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത, രാഷ്ട്രത്തോടുള്ള ആദരവ്, ദേശസ്നേഹം, അത് തിന്മ ചെയ്യുന്ന ഏത് വ്യക്തിക്കുമെതിരെയും ഏത് സംഘടനയ്ക്കുമെതിരെയും നന്മ ചെയ്യുന്ന ഏത് വ്യക്തിക്കും അനുകൂലമായിട്ടും ഇന്നലെ TV ചാനലിൽ കണ്ടു. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പശുവിനെ പച്ചയ്ക്ക് റോഡിന്റെ നടുക്ക് വെച്ച് വെള്ള വെളിച്ചത്തില് അറുത്തതിനെതിരെ ശക്തമായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് പല പ്രാവശ്യം കാണിക്കേണ്ടായി. ഇതെല്ലാം ഒരു വലിയ മാറ്റം ഈ TV ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും വരുന്നതായിട്ട് കാണും. മാത്രമല്ല, ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന കുറെ കൃമികളും ജീവികളും ഈ രാഷ്ട്രത്തിന് അപമാനവും ഈ രാഷ്ട്രത്തിന് ദുർഗന്ധവും പരത്തുന്ന കുറെ ജന്തുക്കൾക്ക് തുല്യമായിട്ട് അവാർഡ് വാപസി പണ്ട് നടത്തിയവര് ഇപ്പൊ ആരും അവാർഡ് വാപസി നടത്തണില്ല. കാരണം അവാർഡ് വാപസി നടത്തിയാൽ ആ അവാർഡ് എടുത്ത് വെക്കും, തിരിച്ചു പിന്നെ കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടായി. നേരെ മറിച്ച് ആദ്യം വന്നപ്പോഴത്തേക്കും കുറെ തുള്ളിയിരുന്നു ഇവിടെ ഉള്ളവര്. അവാർഡ് വാപസി നടത്തിയിട്ട് അസഹിഷ്ണുതക്കെതിരെ കുറെ തുള്ളാനും ചാടാനും ഒക്കെ വേണ്ടിയിട്ട് ശ്രമിച്ചവരുണ്ടായിരുന്നു. എന്താണാവോ, ആരും അവാർഡ് തിരിച്ചു കൊടുത്തതായിട്ട് കണ്ടില്ല. ഒരുപക്ഷെ പൈസ കൊടുത്ത് വാങ്ങിച്ച അവാർഡ് ഇനി തിരിച്ചു കൊടുത്താൽ ഇനി അത്ര തന്നെ പൈസ കൊടുത്താലേ ഇനി കിട്ടുള്ളൂ എന്നുള്ള ധാരണയായിരിക്കും. അല്ലെങ്കിൽ അബദ്ധത്തിലോ സുബദ്ധത്തിലോ ആരാധ്യനായ MT വാസുദേവൻ നായർ. ഒരാൾ എന്നോട് ചോദിച്ചു, ഇവർക്കൊക്കെ എന്തിനാ ആരാധ്യനായ എന്ന് പറയുന്നതെന്ന്. ഇപ്പൊ ജഡ്ജിയെ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും ഹിസ് ഹൈനസ് എന്നോ യുവർ മെജസ്റ്റി എന്നൊക്കെ പറയണ്ടേ. രാജാവിനെ ഇഷ്ടമില്ലെങ്കിലും യുവർ ഹൈനസ് എന്ന് പറയണം. അതുപോലെ മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഇഷ്ടമില്ലെങ്കിലും ഓണറബിൾ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. ചിലതിന് ചില പ്രോട്ടോകോൾ ഉള്ളതാണ്. ആരാധ്യനായ MT വാസുദേവൻ നായർ പറയുകയുണ്ടായി, അവാർഡ് തിരിച്ചു കൊടുത്തവരെ നോക്കിയിട്ട് ഇന്നല്ല അന്ന് അവാർഡ് വാങ്ങിച്ചവരെല്ലാം തിരിച്ചു കൊടുത്തു, അവാർഡ് കിട്ടിയവരാരും തിരിച്ചു കൊടുത്തില്ല. നല്ല വരിയായിരുന്നു. അവാർഡ് വാങ്ങിച്ചവരെല്ലാം തിരിച്ചു കൊടുത്തു, അവാർഡ് കിട്ടിയവരാരും തിരിച്ചു കൊടുത്തില്ല. ആ വാങ്ങിച്ചവർ ഇനി തിരിച്ചു കൊടുക്കാൻ പോയാല് ഒരുപക്ഷെ ഇനി ജീവിതത്തിൽ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ ചവറ്റുകൊട്ടയിലേക്ക് കിട്ടുമെന്ന് വരും. ഇപ്പോഴും അവരുടെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. ഒരുപക്ഷെ ഇനി അടുത്തുള്ള 4 വർഷം കൊണ്ട് ചിലപ്പോൾ ഉയർന്ന പദവിയിലെത്താൻ സാധിച്ചു എന്ന് വരും. പക്ഷെ അതിനേക്കാൾ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കേരളത്തിൽ ഇതുമാതിരിയുള്ള ചിതലുകളെയും കട്ടുറുമ്പുകളെയും ചെറിയ ചെറിയ ഉറുമ്പുകളെയും ഒക്കെ കണ്ടുപിടിച്ചിട്ട് അധികാരത്തിൽ ഇരുത്താൻ പാകത്തിന് ഇവിടെ ആർക്കാ സമയമുള്ളത്? അത്രയും പ്രശ്നങ്ങളുടെ നടുക്ക് ഒരു തുറമുഖം പോലും കൊളായിട്ടിരിക്കുകയാണ്. പിന്നെയാണ് ഇതുമാതിരിയുള്ള ജീവികള് അവാർഡ് തിരിച്ചു കൊടുത്തു എന്ന കാരണത്താൽ പിടിച്ചിട്ട് സാഹിത്യ അക്കാദമിയുടെ മുകളിലേക്ക് ഇരുത്തേണ്ട ഗതികേടും കൊണ്ട് ഒരു മുഖ്യമന്ത്രിയും ബാക്കിയുള്ളവരും നടക്കേണ്ടത്. ഏതായാലും പറ്റിയ ആൾക്കാരെ പറ്റിയ സ്ഥലത്ത് ഇരുത്തിയിട്ടുള്ളത് കൊണ്ട് വേണ്ട സമയത്ത് ഇലക്ട്രിസിറ്റി മന്ത്രിയെ പോലെ പറയാനുള്ളത് പറയുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടായെങ്കിലും പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പത്രമാധ്യമങ്ങളിൽ നല്ല മാറ്റം വരുന്നുണ്ട്. അവരാർക്ക് അനുകൂലമായിട്ടും ആർക്കെതിരായിട്ടും ബയസ്ഡ് ആയിട്ടും ലീനിയന്റ് ആയിട്ടും എഴുതാണ്ടിരുന്നാൽ മതി. സത്യസന്ധമായിട്ട് എഴുതുകയാണെങ്കിൽ വളരെ വളരെ നല്ല ഒരു അനുഭവമായിരിക്കും. ഈ മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ മറ്റൊന്നായിട്ട് പറയാമെന്ന് വിചാരിച്ച ഇപ്പൊ ഞാൻ കാണിച്ച ചിത്രം തന്നെയാണ്. ആ പശുവിനെ കൊല്ലാനുള്ള കത്തി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാരതത്തിലെ 127 കോടി ജനതയില്
ഒരമ്മയും അച്ഛനും ചെയ്തിരിക്കുന്ന ഏറ്റവും നീചമായിട്ടുള്ള പ്രവൃത്തി ഈ കത്തി പിടിച്ചിരിക്കുന്ന വ്യക്തിക്ക് ജന്മം നൽകി എന്നുള്ളതാണ്. ഞാൻ ഈ യൂട്യൂബിലൂടെ പറയുന്നത് ഈ കത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നവന്റെ അമ്മയും അച്ഛനും കേൾക്കുകയാണെങ്കിൽ സാധിക്കുമെങ്കിൽ ഈ ജന്മം അവസാനിപ്പിക്കാനും ഇതുപോലെയുള്ള മക്കൾക്ക് ഇനി അടുത്ത ജന്മത്തിൽ ജന്മം നൽകാതിരിക്കാനും സാധിക്കണം. ഈ ചിത്രത്തിന്റെ മുകളില് ഒരു സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, കണ്ണില്ലാത്ത ക്രൂരത കന്നിനോട്. മാതൃഭൂമിയിൽ കൊടുത്തിരിക്കുന്നതാണ്, കണ്ണില്ലാത്ത ക്രൂരത കന്നിനോട് എന്ന് പറഞ്ഞ് ആ വരിയുടെ വാക്കുകൾ ശക്തി നോക്കുക. പരസ്യമായി കന്നുകുട്ടിയെ അറക്കല് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ കേസെടുത്തു. കന്നുകുട്ടിയെ പരസ്യമായി അറുത്ത് ഇറച്ചി വിതരണം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ പോലീസ് കേസെടുത്തു. കശാപ്പിനായുള്ള കന്നുകാലി വിൽപ്പനയ്ക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ വിലക്കിന് നേരെയും കണ്ണൂരില് കഴിഞ്ഞ ദിവസം പ്രതിഷേധം. ഇതിൽ യുവമോർച്ച ജില്ലാ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന്റെ ലോക്സഭാ മണ്ഡലം പ്രസിഡന്റ് റജിൽ മാക്കുറ്റിയുടെ നേതൃത്വത്തിലുള്ള സംഘടനയാണ് കന്നുകുട്ടിയെ അറുത്ത് പ്രതിഷേധിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. പരാതി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് പോലീസ് കൈമാറി. മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശമനുസരിച്ചാണ് പോലീസ് കേസെടുത്തത്. കേരള പോലീസ് ആക്ട് 120A വകുപ്പ് പ്രകാരമാണ്. ഏതായാലും ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാണെങ്കിലും ജീവിതത്തിൽ നിന്ന് പുറത്താക്കാൻ ആരും മുമ്പോട്ട് വരാതിരിക്കട്ടെ. ജീവന്റെയും അറക്കുന്നതിന്റെയും വില, വെട്ടിന്റെ എണ്ണങ്ങളുടെയും ചോര ചിതറുന്നതിന്റെയും കഴുത്ത് പോകുന്നതിന്റെയും പട്ടിയെ കൊല്ലുന്ന മാതിരി കഴുത്തിന്റെ സൈഡിൽ വെട്ടുന്നതിന്റെയും എല്ലാ കാഴ്ചയും അനുഭവങ്ങളും കണ്ടു വളർന്ന ആ കണ്ണൂരിൽ തന്നെ കണ്ണുനീരിൽ കുതിർന്ന ഈ നീചവും നിന്ദ്യവുമായിട്ടുള്ള പ്രവൃത്തി ഭാരതത്തിന് സ്വാതന്ത്ര്യം നൽകി എന്ന് അഭിമാനിക്കുന്ന ഒരു സംഘടനയുടെ യുവജനത ചെയ്തു എങ്കിൽ ആ മഹാപാപം, കൊന്നതിന്റെ മഹാപാപമല്ല, പച്ച പകല് പ്രതിഷേധിക്കാൻ വേണ്ടി നിരപരാധിയായിട്ടുള്ള ഒരു മിണ്ടാപ്രാണിയെ കൊന്നത്. അതുപോലെ നീച പ്രവൃത്തി കേരള കോൺഗ്രസ് ചെയ്തത് തൊടുപുഴയില് കൊന്ന പശുവിന്റെ തലയും പിടിച്ചുകൊണ്ട് നടക്കാൻ അവന് ജന്മം നൽകിയ മാതാപിതാക്കളും ഈ ഭൂമിയിലെ ഏറ്റവും പാപികളുടെ ലിസ്റ്റിൽ അറിയാതെ പെട്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. പ്രണാമം, നമസ്കാരം.